ഈ ഒരു ജനവാദന കമ്പിക്കൊക്കെ നമ്മുടെ വയർപ്പിന്റെ മണണ്ടാ. ആരോഗ്യ പരിശോധനകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്നു. മയോ ക്ലിനിക്കിലാണ് പരിശോധന. നമ്മുടെ യുവരാജ് സിംഗ്, ഇന്നസെന്റ് സാറ്, പിന്നെ അമിതാഭ് ബച്ചൻ, അങ്ങനെ ഇന്ത്യയിലത്തെ പ്രമുഖന്മാര്, പിന്നെ പിണറായി സാറിന് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയണമെന്നല്ല, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരായാലും എന്തൊക്കെ ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞാലും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഹോപ്പാണ്. ഈ മയോ ക്ലിനിക്കിലുണ്ടല്ലോ, ഇതിന്റെ മെയിൻ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഒരു മലയാളി ഡോക്ടറാണ്. പറയാൻ പോകണമെങ്കിലേ മിനിമം ഒരു നേതാവെങ്കിലും ആവണം. മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ അവസാന വാക്ക് ലോകത്തിലെ നമ്പർ 1 ഹോസ്പിറ്റല്, എല്ലാ സെലിബ്രിറ്റികളുടെയും എല്ലാ രാഷ്ട്രീയക്കാരുടെയും ജീവൻ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. ലോകത്തിലെ നമ്പർ 1 ഹോസ്പിറ്റല് മയോ ക്ലിനിക്. ട്രാവലിസ്റ്റ് ഫാമിലിയുടെ 48 സ്റ്റേറ്റ് ഓവർലാൻഡിങ്ങിന്റെ ഭാഗമായി ടീം ട്രാവലിസ്റ്റ് എന്ന് വന്ന് നിൽക്കുന്നത് മിനിസോട്ടയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഏറ്റവും വലിയ മാള് കാണിച്ച് നമ്മൾ മിനിയാപോളിസിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര തുടങ്ങി. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഹോസ്പിറ്റലിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങിയത് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഞങ്ങളപ്പോഴേക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്ര സെലിബ്രിറ്റികളുണ്ടെന്ന് തപ്പിയിട്ട് വരാം അല്ലേ? പോയിട്ട് വരാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓക്കെ, താങ്ക് യു, സന്തോഷം. 2 ദിവസം ഞങ്ങൾ സഹിച്ചതിൽ പോർക്കറിച്ച് അടിപൊളിയായിരുന്നുണ്ടോ? അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും പോർക്കറിച്ച് അടിപൊളിയല്ല. അപ്പൊ എന്നിട്ട് പിടിക്കും നമുക്ക്. അയ്യോ, മയോ ക്ലിനിക്ക് പോണ്ടേ? ലോകത്തിൽ തന്നെ നമ്പർ 1 ഹോസ്പിറ്റല്. നമ്മുടെ പിണറായി വിജയൻ, അമിതാഭ് ബച്ചൻ എല്ലാരും വന്ന് കിടക്കണ ഹോസ്പിറ്റല്. അത് ഇവിടെ നമ്മുടെ മിനിസോട്ടയിലാണ്. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൂ നമ്പർ 1 ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിന്റെ ലാസ്റ്റ് വേർഡ്, ഏത് അസുഖത്തിന്റെ ലാസ്റ്റ് വേർഡ് ലോകത്തില് മയോ ക്ലിനിക്ക്. എത്ര വർഷമായിട്ട് ഒരു നമ്പർ 1 ആയിട്ട് നിൽക്കണം? അതൊരു 8-10 വർഷമായിട്ട് അവർ തന്നെയാണ് ലോകത്തിൽ നമ്പർ 1. അവരിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്പർ 1. അവിടെയൊക്കെ ഒരു ഡ്രീമാണ് എല്ലാ ഡോക്ടേഴ്സിനും അവിടെ ജോലി കിട്ടാന്ന് പറയുന്നത്. പിന്നെ മെഡിക്കൽ ഹബ്ബാണ്. ഇപ്പൊ മെട്രോണിക്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ലാർജസ്റ്റ് മെഡിക്കൽ ഡിവൈസ് കമ്പനി. അവർ പേസ് മേക്കറിനൊക്കെ ഏറ്റവും പേര് അവരാണ് പേസ് മേക്കർ ഉണ്ടാക്കിയതൊക്കെ. അവരാണ് അത് കണ്ടുപിടിച്ച മറ്റേ പോർട്ടബിൾ പേസ് മേക്കർ കണ്ടുപിടിച്ച. നമ്മുടെ നാട്ടിൽ ഇപ്പൊ വല്ല ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ സ്റ്റെൻഡ് ഇടുന്നതേ നമുക്ക് മെട്രോണിക്സ് കമ്പനിയുടെയാണ്. അതിവിടെ തൊട്ടടുത്താണ് മെട്രോണിക്സ് കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഡിവൈസ് കമ്പനി. പിന്നെ അവര് ഇത് ഒരു മെഡിക്കൽ ഹബ്ബാണല്ലോ. അത് മയോ ക്ലിനിക്. അപ്പൊ തീർച്ചയായും കാണണം നിങ്ങള്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കേട്ടു. അപ്പൊ എന്തായാലും അത് വിസിറ്റ് ചെയ്ത് മാക്സിമം നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കാം. അത് മസ്റ്റായി കണ്ടതാണ്. തീർച്ചയായിട്ടും. നീ കഴിഞ്ഞ എപ്പിസോഡത്തെ സ്റ്റാറാ, നീ വലുത് അറിയണ്ട. ഇന്നലെ നീ ചേട്ടനോട് കളിച്ചല്ലോ. ടാറ്റ പറയ്. മുടി കൊടുക്കണ്ട, കൊണ്ട് പകുതി കട്ട് ചെയ്യട്ടെ. അപ്പൊ ചേച്ചി ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ക്ലാസ് വരുമ്പോ കാണാം. ഓക്കെ, ബൈ ബൈ. അവളെ നീ വണ്ടിയിൽ എടുത്തിട്ടാ, ബാക്കിൽ എടുത്തിട്ടാ, കപ്പിത്താനിലും കൊണ്ടവളെ ചിക്കാഗോയിലേക്ക്. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇന്നലെ രാവിലെ ഫുൾ പച്ചപ്പായിരുന്നു, ഉച്ചയ്ക്ക് വന്നപ്പോ ഫുൾ ഐസായിരുന്നു. ഇപ്പൊ വീണ്ടും ഐസ് ഉരുക്കി വീണ്ടും പച്ചപ്പിടിക്ക് വന്നിട്ടാ. ഇന്നത്തെ കാലാവസ്ഥ അടിപൊളിയായില്ല. മിസ്സിങ്ങായി. ഇന്നലെ ഫുൾ ഐസിലായിരുന്നു നമ്മള്. പോലെ നമുക്ക് താങ്ക് യു. നല്ല പ്രകാശമുള്ള ദിവസം തന്നെ പോവാ ഞങ്ങള്. 10 മണിയായി. വരും 10 മണിയായി. എന്തായാലും നല്ലൊരു 2 ദിവസമായിരുന്നു. നമ്മുടെ ബന്ധു വീട്ടിലൊക്കെ വന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് സ്വന്തം ചേട്ടൻ്റെ പോലെ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയ ആൾക്കാരായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെ. എന്നാലും ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് യാത്രയുടെ ആ ഒരു മൂഡിൽ നമ്മൾ ടോട്ടലി മാറി. ഞങ്ങൾ 2 ആഴ്ച നീണ്ട യാത്ര പെട്ടെന്ന് നിർത്തിയ പോലെയായിരുന്നു. ഒരു ദിവസം കൊണ്ട് പോകേണ്ട ആൾക്കാരായിരുന്നു. 2 ദിവസം നിന്നു. എന്തായാലും സന്തോഷം. മിഥുൻ ഫാമിലിക്കും പ്രത്യേക സന്തോഷം കേട്ടോ. അവർ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി. അപ്പൊ നമുക്ക് മിനിയാപോളിസിന്ന് മയോ ക്ലിനിക്ക് ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ലോകത്തിലെ നമ്പർ 1 ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ലേ? ആ ഐഡിയ നിങ്ങൾ മുമ്പിൽ കാണിക്കാൻ പോണ്. എന്തായാലും ഞങ്ങൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്. 7 വർഷമായിട്ട് ലോകമെമ്പാടും അതേപോലെ അമേരിക്കയിലും നമ്പർ 1 ഹോസ്പിറ്റലായിട്ടിരിക്കുന്ന മയോ ക്ലിനിക്കിലേക്ക് നമ്മുടെ യാത്ര കേട്ടോ. മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിന്റെ അവസാന വാക്ക് മയോ ക്ലിനിക്. അപ്പോൾ നമ്മുടെ ഈ സൈഡൊക്കെ നമ്മുടെ യാത്ര കഴിഞ്ഞു. നമ്മൾ മിനിസോട്ടയിൽ നിന്ന് മിനിയാപോളിസിൽ നിന്ന് റോച്ചസ്റ്റർ എന്ന സ്ഥലത്തേക്ക് പോകണം. അടിഭാഗത്തേക്ക് സൗത്ത് സൈഡിലേക്ക് പോകണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസ്കോൺസിൻ കയറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചിക്കാഗോയിലേക്ക് ഇന്ന് വൈകിട്ടോടുകൂടി എത്തിച്ചേരുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ടത് റോച്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ മയോ ക്ലിനിക്ക് നിൽക്കുന്നത്. നമ്മുടെ എല്ലാ സെലിബ്രിറ്റികളും പിണറായി സാറൊക്കെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അമേരിക്കൻ എക്സ്പെഡിഷൻ പകുതി നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മുടെ പകുതി ലൈനിലേക്ക് കൂടിയും കിടക്കണത്. നമ്മൾ ചിക്കാഗോ വരെയാണ് ഈ ഒരു ലാപ്പ് അടിക്കുന്നത് കേട്ടോ.
അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ജസ്റ്റ് സ്പീഡ് വേയിൽ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയിട്ടാ. ഇവിടെ ഇത്തിരി റേറ്റ് കൂടി 3.59 ആയിട്ടാ. സ്കൂൾ ബസ് അവിടെ നമ്മളത് പറഞ്ഞ 10 പേരെ കൊണ്ടുപോകാൻ പറ്റിയ സൈസിൽ നമ്മളിനി റീക്രിയേറ്റ് ചെയ്യട്ടോ. അമേരിക്കയിൽ ഓവർലാൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കൂടിക്കോ. അടുത്ത വർഷം നമ്മളൊരു റൗണ്ട് ട്രിപ്പ് അമേരിക്കൻ ട്രിപ്പ് വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ലോക്കൽ കട കയറി വാഷ്റൂം ഉപയോഗിക്കാൻ കയറി കേട്ടോ. നമ്മളിപ്പോൾ ഫ്രഷായി. ഇനി നമുക്ക് അധികം നേരത്തെ ദൂരമില്ല കേട്ടോ. നമ്മുടെ മയോ ക്ലിനിക്കിലേക്ക് 20-22 മിനിറ്റ് കൊണ്ട് നമ്മൾ മയോ ക്ലിനിക്ക് എത്തും. അവിടെ പോയിട്ട് എങ്ങനെയാണെന്നറിയില്ല, എൻട്രി കിട്ടുമോ എന്തോന്നും അറിയില്ല. എന്നാലും നമുക്ക് നോക്കി കാണാം. അപ്പം താൻ ഓവറല്ല നീ ഒരു കാപ്പി കൊണ്ട് എടുക്കാം അല്ലേ? കപ്പ് കളഞ്ഞേക്കാം. കാപ്പി കുടിക്കാണ്ട് പറ്റില്ല. നമ്മൾ വെയിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല തണുപ്പുണ്ടോ. നല്ല തണുപ്പായി തുടങ്ങി. അങ്ങനെ നമ്മൾ മയോ ക്ലിനിക്കിലേക്ക് പതുക്കെ അടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി 3 മിനിറ്റിനുള്ളിൽ നമ്മൾ മയോ ക്ലിനിക്ക് എത്തും. നമുക്ക് അവിടെ അകത്ത് കയറാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് പറയാട്ടോ. അതിനുള്ള പവറല്ലേ? പിന്നില്ലേ, എത്ര ആൾക്കാരെ സ്വപ്നമായിരിക്കില്ലേ, എത്ര ഡോക്ടർമാരെ സ്വപ്നമായിരിക്കില്ലേ. അതെ, ആ ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ടൗണിനോട് എടുക്കുമ്പോൾ ഹോളിഡേ ഇൻ ഇവിടെ ഒന്ന് താമസിക്കാനായിട്ട് ഒരുപാട് 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടല്ലേ. ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റും അതേപോലെ തന്നെ സെലിബ്രിറ്റികൾ തൊട്ട് എല്ലാ ആൾക്കാരും വരുന്ന അവരുടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് വരുന്ന ഒരു കാരണം ഇവിടെ ഹോട്ടലുകളും ടൗൺ തന്നെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ്. ടൗണൊക്കെ പൂക്കളെ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കട്ടാ. എങ്ങനെ ഫോറിനേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് അമേരിക്കയോട് വെച്ചാൽ മതിട്ട് അവർ പറഞ്ഞുതരും. അപ്പാർട്ട്മെന്റുകളൊക്കെ ആയിരിക്കട്ടോ. ഹിൽട്ടൺ ആണോ? ഹോം വുഡ് ഹിൽട്ടന്റെ സ്വീറ്റ്സ് ഉണ്ടോ ഈ ഹോസ്പിറ്റലിലേക്ക്? സ്യൂട്ട് കൊടുക്കുന്നത് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കാം. ഒരാള് മാത്രം ഉള്ളിൽ കയറി പോയാൽ മതിയല്ലോ അല്ലേ? അതെ. ഹോസ്പിറ്റൽ ക്യാമ്പസ് സെയിന്റ് മേരീസ്, ഇത് വേറെ ഹോസ്പിറ്റലാട്ടാ. ഇവിടെ ഇങ്ങനെ ഒരുപാട് വലിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാ. ജോസഫ് ബിൽഡിങ് ഇതാന്ന് തോന്നുന്നു റൈറ്റ് സൈഡില്. ഹാപ്പി താങ്ക്സ് ഗിവിംഗ്. How we doing, guys? Yeah. A nice, beautiful day. Yeah. Have a good day. Good day, good day. Howdy, howdy. കാണാനൊക്കെ നോക്കിയാ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിന്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ടോ, നമ്മള് നേരിട്ട് കണ്ട സംഭവം തന്നെ കേട്ടോ. മയോ ക്ലിനിക് ഹോസ്പിറ്റൽ സെന്റ് മേരീസ് ക്യാമ്പസ്. മേരിയോട്ടാണോ മുമ്പില് മേരിയോട്ട്, ഇതേ കോട്ടയാട് ബൈ മേരിയോട്ട്. എല്ലാ വമ്പൻ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഇവിടെ ഹോട്ടൽ പണിതിട്ടുണ്ട്. അതുകൊണ്ടോ 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര, ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അങ്ങനെ നമ്മൾ മയോ ക്ലിനിക് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. സെയിന്റ് മേരീസ് ക്യാമ്പസിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കണടാ. ഏത് സെലിബ്രിറ്റി ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ, എല്ലാവരുടെയും അവസാന വാക്ക്, ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ അവസാന വാക്ക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഏതൊക്കെ ഹോസ്പിറ്റലിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മയോ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും എന്നാണ് കൺഫേം ആണ്. ഏത് ട്രീറ്റ്മെന്റിനായാലും, ഏത് എന്താ പറയുക, ക്യാൻസറിനായിക്കോട്ടെ, ഏത് ട്രീറ്റ്മെന്റിനായിക്കോട്ടെ, ഹാർട്ട് സംബന്ധമായ അസുഖമായിക്കോട്ടെ, വയറ് സംബന്ധമായ അസുഖമായിക്കോട്ടെ, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇതിലേക്കൊന്നും വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾക്കൊന്നും പോകാതിരിക്കട്ടെ. ഇതിന് മുമ്പിൽ, ഈ ഹോസ്പിറ്റലിന് മുമ്പിൽ ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടാകും. നോക്കി ഇതൊക്കെ ഉണ്ടാ. നമുക്ക് അവിടെ ഹിൽട്ടൺ കാണാം. ഓരോ ഹോസ്പിറ്റലിന്റെ ഓരോ സൈഡിലും മൊത്തം ഇതേപോലെ ഹോട്ടലുകളാണ്. ഒപ്പം തന്നെ ഞങ്ങളകത്ത് കയറി അവരോട് സംസാരിച്ചു. പക്ഷെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളകത്ത് കയറി അവരുടെ ക്യാമ്പസിലൊക്കെ ഹൈലി പ്രൈവസി അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ കള്ളത്തരം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാനും ഇതിനെപ്പറ്റി അറിയാനും നമ്മൾ വന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഒരുപാട് സെലിബ്രിറ്റികൾ, ലോകമെമ്പാടുള്ള എല്ലാ രാജ്യങ്ങളിലെ സെലിബ്രിറ്റികൾ എല്ലാവരും വരുന്നത് ഹൈലി പ്രൊഫൈലുള്ള ആൾക്കാർ മാത്രമാണ്. അമേരിക്കയിൽ വന്ന് അവർ ചികിത്സയ്ക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ മയോ ക്ലിനിക്കിലേക്കാണ് അവർ എത്തുന്നത്. നമ്മുടെ യുവരാജ് സിംഗ്, ഇന്നസെന്റ് സാറ്, അതുപോലെ പിണറായി വിജയൻ സാറ്, പിന്നെ അമിതാഭ് ബച്ചൻ, അങ്ങനെ ഇന്ത്യയിലത്തെ പ്രമുഖന്മാര്, പിന്നെ
പല രാജ്യങ്ങളിലെ രാജാക്കന്മാര് ഒക്കെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു സെന്ററാണ്. ഞാനൊക്കെ ഇവിടെ വന്നപ്പോൾ ഇതിനെ പറ്റി കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പറയും അമേരിക്ക പോയി ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്നിട്ട് അമേരിക്കയില് കാശ് എറിയാൻ വേണ്ടി പോണതാണ്. ഏത് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് നമുക്ക് ഒരു ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ എന്തൊക്കെ ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞാലും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഹോപ്പാണത്, ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലെ ക്യാമ്പസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണത്. ഹോസ്പിറ്റലിൽ എത്ര നടന്നാലും എത്തില്ല. അമ്മ അടുത്ത ഒരു ഹോസ്പിറ്റൽ കേട്ടോ. പിന്നെ നിങ്ങള് കാശുള്ള ആൾക്കാരാണ്, കോടീശ്വരന്മാരാണ്. നമ്മുടെ നാട്ടിലെ അസുഖങ്ങളൊക്കെ വന്നിരിക്കുമ്പോഴില്ലേ നമ്മുടെ ബന്ധുക്കൾ പറയുന്നത് എൻ്റെ ലാപ്പൻ്റെ മോൻ അവിടെ ഡോക്ടറാണ്, എൻ്റെ ലാപ്പന് അവിടെ ഷെയർ ഉണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ ചേച്ചിയുടെ മോൻ അവിടെ ഇന്ന ഹോസ്പിറ്റൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പൈസയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പോഴും പറയണു, നിങ്ങൾ കോടീശ്വരന്മാരാണെങ്കിൽ മാത്രം ഈ കേസ് കേട്ടാൽ മതി. ലോകത്തുള്ള എവിടെ ജീവിക്കുന്ന ആൾക്ക്, ദുബായ് ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലേ പൈസ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലോ, സ്വന്തം ജീവന് വാല്യൂ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മയോ ക്ലിനിക്കിലേക്ക് വന്നോ, ഏത് ട്രീറ്റ്മെന്റും $600 മില്യൺ ഇവരൊരു വർഷം റിസർച്ചിന് വേണ്ടി മാത്രം ഏതൊക്കെ രോഗത്തിന്റെയും റിസർച്ചിന് വേണ്ടി അത്രയും സ്പെൻഡ് ചെയ്തോണ്ടിരിക്കണാണ്. $600 മില്യൺ ഈ ഹോസ്പിറ്റലിൽ റിസർച്ചിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ഇവര് ഓരോ രോഗത്തിനും ഓരോ രോഗികൾ എത്ര പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ഈ ഹോസ്പിറ്റലിൽ എന്നാ പണിതുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, എത്ര നാളെ ഉണ്ടാവും? മിനിമം ഒരു 100 വർഷം. മിനിമം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാൻ തന്നെ. ഞങ്ങളിങ്ങനെ കഥ പറയുമ്പോൾ ഇവരോട് ചോദിച്ച പോലെ പറഞ്ഞത് മാത്രം 1890 ഈ മയോ ക്ലിനിക്ക് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂടാ. 1890 ഈ ഒരു കൺസെപ്റ്റില് തുടങ്ങി, ചെറുതായിട്ട് ചെറിയ ക്ലിനിക് ആക്കിയിട്ട് തുടങ്ങി. ഇവിടെ തന്നെ ഡൗൺ ടൗണില് വേറെ ട്രീറ്റ്മെന്റ് സെന്റർ, വലിയൊരു ട്രീറ്റ്മെന്റ് ക്യാമ്പസ് ഉണ്ട്. അങ്ങോട്ട് ഇവിടുന്ന് നമ്മൾക്ക് പോവാം. പല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് ഓരോ ചിലപ്പോൾ ചെറിയ വില്ലേജിലേക്ക് ചെറിയ ക്ലിനിക്ക് ഉണ്ടാവാം. പക്ഷെ മയോ ക്ലിനിക്കിലേക്ക് ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത്രയധികം പ്രൊട്ടക്ഷൻ. ഈ ലോകത്തുള്ള ഏത് രോഗത്തിനുള്ള മരുന്ന്, ലാസ്റ്റ് മരുന്ന് നിങ്ങൾ അവിടെ ഇവിടെ വീഴ്ചയിലൊന്നും പോയിട്ട് ചിലപ്പോൾ ചില രോഗങ്ങളൊന്നും മാറാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഒറ്റമൂലി കഴിക്കണം, ഒറ്റമരുന്ന് കഴിക്കണം എന്നൊക്കെ പറയും ചിലവര്. പക്ഷെ ചിലതൊക്കെ യാഥാർത്ഥ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പൈസ ഉണ്ട്, കയ്യിൽ കോടികളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല, കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഏത് അസുഖത്തിനും ആണെങ്കിലും ഈ ഹോസ്പിറ്റലിലേക്ക് വന്നോ. ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇത്രയും നാള് അമേരിക്കയിലേക്ക് ആൾക്കാർ ട്രീറ്റ്മെന്റ് പോകണം, എവിടേക്ക് പോകണം, എന്താ പോകണം യാതൊരു ഐഡിയ ഇല്ല. ഈവൻ നമ്മുടെ രാഷ്ട്രീയക്കാർ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട്, നമ്മൾ ഏത് രാഷ്ട്രീയ ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, എന്താ പറയാ BJP ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പോൾ ഇത് എവിടേക്ക് പോകണം, എവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യണം, നമുക്ക് ചിക്കാഗോയിലേക്ക് പോകണം നമ്മൾ കേൾക്കുന്നുണ്ട്, ന്യൂയോർക്കിലേക്ക് പോകണമെന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. ഈ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എല്ലാവരും ഈ മയോ ക്ലിനിക്കിൽ മിനിസോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റില്, ഈ ഒരു സിറ്റിയിലേക്കാണ് എല്ലാവരും കൂടി വരണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ ഉണ്ട്, അസുഖങ്ങൾ വരാണെങ്കിൽ ആരെ എടുത്താലും കടം മേടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിക്കാറായെന്നൊരു തോന്നുകയാണെങ്കിലേ ഇങ്ങോട്ട് പോന്നോ. മരിക്കണതിന് മുമ്പ് ഒരു രക്ഷപ്പെടൽ സംഘടന ഇവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ രക്ഷിച്ചെടുക്കും. അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ആണ് ഇവിടുത്തെ ആൾക്കാർ. പിന്നെ എല്ലാം തമ്പുരാന്റെ കയ്യിലാണ്. ഈ ലോകത്തില് ഇപ്പോ ഉള്ള ഏറ്റവും പീക്ക് ട്രീറ്റ്മെന്റ് നിങ്ങളെ തേടി ഇവിടെ മയോ ക്ലിനിക്കിൽ ഇരിക്കേണ്ടത് ഒരു പ്രൊമോഷൻ തന്നെ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ്ടാ, ഈ മയോ ക്ലിനിക്കിലുണ്ടല്ലോ, ഇതിന്റെ മെയിൻ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ, ഒരു മലയാളി ഡോക്ടറാണ്. ഇതിന്റെ ഒരു ഭാഗമൊക്കെ കൺട്രോൾ ചെയ്യണത് പ്രതിഭ വർക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഡാണ് ഇതിനെ കൺട്രോൾ ചെയ്യണത്. ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ ഞങ്ങൾ ഷോർട്ട് ടൈമിലായാലും പുള്ളിക്കാരത്തി കണ്ടിട്ടില്ല. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം കാണാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. 17,000 സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അതെ, കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് പുള്ളിക്കാരത്തോട് ചോദിച്ച് കൂടുതൽ ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പുള്ളിക്കാരത്തിനെ. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കണക്ട് ചെയ്യാം. രോഗികളെ കാണിക്കാനല്ലടാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഫെസിലിറ്റി, ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ പൈസ അറിയാത്തവരുണ്ട്. അവർക്കൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മൾ ഇത് പാസ് ചെയ്യുന്നത്. അപ്പൊ പ്രതിഭ വർക്കി മാഡത്തിന് അടുത്ത പ്രാവശ്യം കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണും. പുള്ളിക്കാരത്തിന് ഫുൾ ഇൻഫർമേഷൻ ഒന്നുകൂടി നമ്മൾ കളക്ട് ചെയ്യും. എന്തായാലും ഉണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അറിവും. ഈ ഒരു ജനവാദനിലെ കമ്പിക്കൊക്കെ നമ്മുടെ വേർപ്പിന്റെ മണണ്ടാ. നമ്മുടെ നാട്ടിലെ ടാക്സ് അടയ്ക്കുന്ന എല്ലാവരുടെയും ഒരു അംശം ഹോസ്പിറ്റലിലുണ്ട്. തിരിച്ചറിഞ്ഞാൽ പറ്റൂ. അതെ, കാരണം പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ടാക്സ് കൊണ്ട് ട്രീറ്റ്മെന്റിന് വരുന്നവരുണ്ട്. ഒരുപാട് പേര് നമ്മൾ അടയ്ക്കുന്ന, നമ്മുടെ കൊടുക്കുന്ന ഒരു അംശം കൊണ്ടാണല്ലോ ഈ രാഷ്ട്രീയക്കാരായാലും. അതിപ്പോ നമ്മള് പിണറായി സാറിന് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞതല്ല, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരായാലും. പിന്നെ എനിക്ക് എടുത്തു പറയാൻ സംബന്ധം, ഇതൊക്കെ ഹണികൾ കാണണം.
നമ്മള് ഈ ചാവേര അടിക്കാൻ പോണ അണികളും അല്ലെങ്കിൽ ബോംബ് എറിയാൻ പോണ ആൾക്കാർക്ക് ഇത് കാണണം. നിങ്ങള് ബോംബ് എറിയാൻ പോണെങ്കിലേ നിങ്ങള് ഒരു മിനിമം ഒരു നേതാവെങ്കിലും ആവണം അല്ലെ. നേതാവായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലുള്ള ഫെസിലിറ്റികളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ പോയിരിക്കട്ടെ. വെറുതെ നിങ്ങളുടെ ജീവൻ അവിടെ ഇവിടെ കൊണ്ട് കളയാന്നല്ലാണ്ട് വേറെ യാതൊരു ഉപകാരമില്ല. നിങ്ങൾ ബോംബ് എറിയാൻ പോണെങ്കിൽ മിനിമം ഒരു നേതാവണം. നമ്മൾക്ക് തന്നെ നമ്മളിപ്പോ ഇവിടെ ഇതിന്റെ മുമ്പിൽ നിന്നാൽ പോലും നമ്മൾക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുണ്ടെങ്കിലും അതും സ്വപ്നം മാത്രമാണ്. സ്വപ്നത്തിൽ മാത്രം നമ്മൾ നോക്കിക്കാണാം. ഞാൻ ഓട്ടിയത് ആളതേ പോണെന്ന് പറയും. അതെ അതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ എന്തായാലും മയോ ക്ലിനിക്കിൽ നിന്നല്ലോ ഇവിടെ കുറെ റെസ്ട്രിക്ഷൻ ഉണ്ട്. വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഇൻഫോർമേഷൻ എത്തിക്കാന്ന് എന്നൊരു ഇതിൽ മാത്രമാണ് ഈ യാത്രയിൽ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചത്. എന്തായാലും മയോ ക്ലിനിക് നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഈ ഹോസ്പിറ്റലില് വെസ്റ്റ് ഗേറ്റ്, ഈസ്റ്റ് ഗേറ്റ്, അങ്ങനെ കുറെ ഗേറ്റുകളുണ്ടല്ലേ. ഒരുപാട് എൻട്രൻസുകൾ ഉണ്ട്. പല ആൾക്കാർക്കും പല ട്രീറ്റ്മെന്റിനും പല സ്ഥലങ്ങളിൽ നിന്നാണ് പല എൻട്രൻസ്. ഇതിലുണ്ട്. ഇതിൽ കുറെ സ്ഥലങ്ങളിൽ ഫുഡിന്റെ റെസ്റ്റോറന്റുകൾ ഉണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ ഈ ഹോട്ടലുകൾ താമസിച്ചിട്ടും ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയണോ. അപ്പൊ എന്താ പറയാ, അകത്ത് ചിലപ്പോൾ താമസിക്കുന്നത് എക്സ്പെൻസീവ് ആയിരിക്കും. ചിലപ്പോൾ മുറികൾ ഉണ്ടാവില്ല. പക്ഷെ മുറികളൊക്കെ കൊടുക്കണമെങ്കിൽ ഉണ്ടാവാതിരിക്കുന്നുണ്ടാവില്ല അല്ലേ. മുറികളുണ്ടാവും. പക്ഷേ ഇതേപോലെ മാരിയറ്റിൽ താമസിച്ച് ഇവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്ത്. അതെ. അപ്പൊ അതാ നമ്മുടെ മെയിൻ എൻട്രൻസ് സെയിന്റ് മേരീസ് ഹോസ്പിറ്റൽ ക്യാമ്പസ് മയോ മെഡിക്കൽ സെന്റർ. ഇത് അറിയാത്ത എത്ര ആൾക്കാരുണ്ടാവില്ല നമ്മുടെ നാട്ടില്. അതെ, ഇവിടെ അമേരിക്കയിൽ തന്നെ ചിലപ്പോൾ ഇതിന്റെ ഒരു ഇതറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ റോച്ചസ്റ്റർ എന്ന സ്ഥലത്താണ് നമ്മള് ഇപ്പൊ വന്ന് നിൽക്കുന്നത്. റോച്ചസ്റ്ററിൽ ഡൗൺ ടൗൺ ക്യാമ്പസ് ഉണ്ട്. കുറെ ക്യാമ്പസുകൾ ഉണ്ടെന്നുള്ളു ഇവിടെ. അവിടെ ഡൗൺ ടൗണിലുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ പാസ് ചെയ്ത് വന്ന വഴിയിൽ ഒരു 4-5 ക്യാമ്പസുകൾ ഇതേപോലെ ഇവരുടെ സെന്ററുകൾ, ഇതേപോലെ ഹോട്ടലുകളുണ്ട്. ഹോട്ടലിൽ ഇങ്ങനെ നിനക്ക് എടുക്കാട്ടാ. ഏതൊരു ഡോക്ടറും സ്വപ്നാണ് ഈ ഒരു ക്യാമ്പസിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലിനിക്കിൽ വന്ന് അതൊരു സ്വപ്ന തുല്യമായ നമ്മള് ക്യാപ്റ്റനായിട്ട് 380 വിമാനം പറപ്പിക്കുക അല്ലെങ്കിൽ 787 ഒക്കെ പറപ്പിക്കാന്ന് പറഞ്ഞ പോലെയാണ് മയോ ക്ലിനിക്കില് ഒരു ഡോക്ടറായിട്ട് വന്ന് ജോലി നേടാന്ന് പറയുമ്പോ അതിന്റെ ഒരു പവർ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഇത് ചിൽഡ്രൻസ് സെന്റർ ആട്ടോ നമ്മളിപ്പോ ഈ കാണുന്ന എൻട്രൻസ്. ചിൽഡ്രൻസ് ആണല്ലേ. അതെ, മയോ ക്ലിനിക് ഹോസ്പിറ്റൽ ചിൽഡ്രൻസ് സെന്റർ. ഇതിങ്ങനെ ഓരോ വിങ്ങിൽ ഇങ്ങനെ പടർന്നുണ്ടാവും. ഓരോ ബിൽഡിങ്ങിന് ഓരോ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. കിലോമീറ്ററോളം കിടക്കുവാണ്. നമ്മള് നമ്മുടെ നാട്ടിലിപ്പോ മിഷൻ ആശുപത്രി 20-25 നില എന്ന് പറയുമ്പോൾ ഇവിടെ 5 നില 6 നിലയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന്റെ 1890 തുടങ്ങിയ ഹോസ്പിറ്റൽ കേട്ടോ. അതും പറയണേ. ഇവിടുത്തെ വീൽ ചെയർ ഉണ്ടാ തള്ളാനായിട്ട് 2 പടി പൊന്തി നിൽക്കാല്ലേ. റിസപ്ഷൻ ഒക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ അല്ലേ. ചെറിയൊരു റിസപ്ഷൻ പരിപാടി തന്നെയുള്ളൂ. പക്ഷെ ടെക്നോളജിന് ഇവിടുത്തെ ഗെയിം ഉണ്ടോ. അതെ അതെ അതെ. മയോ ക്ലിനിക് ഹോസ്പിറ്റൽ സെയിന്റ് മേരീസ് ക്യാമ്പസ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ. റൂമുകളൊക്കെ 5 സ്റ്റാറിലെ കേട്ടോ അല്ലേ. ലക്ഷറി ഗെയിമോ. ഞങ്ങളിങ്ങനെ അതൊക്കെ അകത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയല്ലേ, വേറെ വ്യത്യാസമൊന്നുമില്ല അല്ലേ. നമ്മുടെ ഹോസ്പിറ്റലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ടെക്നോളജിയിൽ ഇവര് പീക്കാണ്. $600 മില്യൺ ഒരു വർഷം അവരെ റിസർച്ചിന് വേണ്ടി മാത്രം. പിന്നുണ്ടല്ലോ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് നേഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നേഴ്സിംഗ് പഠിക്കാൻ എന്താ പറയുക, അല്ലെങ്കിൽ ടെക്നോളജി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടല്ലോ. ഇത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇത്തിരി പൈസ കൂടിയാലേ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാണല്ലോ ലോകോത്തരം എന്ന് പറയില്ലേ, ആ ഒരു ടെക്നോളജിയിലേക്ക് മാറട്ടെ നമ്മള്. അപ്പൊ നമ്മുടെ അപ്പന്മാരും അമ്മമാരൊക്കെ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഈ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പൈസ ചിലപ്പോൾ കൂടാം അല്ലെ. റേറ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. നേഴ്സിംഗും സംഭവങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാണല്ലോ പ്രോ വെർഷൻ ആയിരിക്കട്ടെ. എന്തായാലും നമ്മൾ കാപ്പി കുടിച്ചിട്ട് അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇത് കൊട്ടാരത്തിനുള്ളിൽ പ്രോ വെർഷൻ കേട്ടോ. ഓക്കെ, ഇതിന്റെ നിക്കണ ഇതുണ്ട ഇതേപോലെ അകത്തും എൻട്രി നോക്കട്ടാ. ഇതുണ്ട അതിലെത്തിക്കാൻ പറ്റുമോ. ഭയങ്കര പ്രൈവസി ഇഷ്യൂ ഉള്ള കാരണല്ലേ നമുക്ക് ഷൂട്ടിംഗ് ഒന്നും പ്രാക്ടിക്കൽ അല്ല. നമ്മളത് ചെയ്യാനും പാടില്ല കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും നമുക്കൊരു മനസ്സിന് തുറവ് കിട്ടിട്ടാ അല്ലെ. ഒരു നല്ല ഇൻഫോർമേഷൻ ആണ്. അതെ, നമ്മുടെ നാട്ടിലും എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ അണികൾക്കായിട്ട് നമ്മുടെ നാട്ടിലും പ്രോ ആയിട്ടുള്ള നമ്മൾക്ക് പല സമയത്തും നമ്മൾ ആലോചിക്കാറുണ്ട് ഈ സെലിബ്രിറ്റികളൊക്കെ എന്തിനിപ്പോ നമ്മുടെ നാട്ടിൽ ലേക്ക് ഷോർ ഉണ്ട്, മെഡിസിറ്റി രാഷ്ട്രം മെഡിസിറ്റി അങ്ങനെ പ്രോ ലെവലിലുള്ള ആൾക്കാരൊക്കെ അറബികളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ നമ്മുടെ നാട്ടിലത്തെ ഭരണാധികാരികളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ വരുന്നു അതറിയണത് ഇവിടെ വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. നിങ്ങളിൽ കുറെ കാശുണ്ട്, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്കത് ഏത് വഴിക്ക് പോകണം എന്ന് അറിയാത്ത ആൾക്കാരില്ലേ, ഒരു അമേരിക്കൻ B1 B2 വിസ എടുക്കുക, ഇങ്ങോട്ട് പോന്നോ ഇത് വേണ്ട, നിങ്ങൾക്ക് ജീവൻ തിരിച്ചു പിടിക്കാം, ബാക്കി ഇവര് നോക്കിക്കോളും. അതെ, ഇവര് നോക്കിക്കോളും. ഞാൻ പറഞ്ഞത് സാധാരണക്കാരല്ലട പറഞ്ഞത്. നമുക്കൊക്കെ ശരിക്കും നാട്ടില് ചന്ദ്രമതി, എന്റെ തൃശ്ശൂർ വളലിയിൽ ചന്ദ്രമതി ഒക്കെ പറ്റുമോ, ഇവിടെ നിന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷെ പൈസയിലെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തോ ഇവരെങ്ങനെയും തിരിച്ചു പിടിക്കട്ടോ. ഹോസ്പിറ്റലിന് മുമ്പിൽ തന്നെ റെസ്റ്റോറന്റുകള്, മാരിയറ്റിന്റെ വേറെ രൂപം, സ്യൂട്ട്സ്, സ്പ്രിംഗ് ഹിൽ എന്ന് പറഞ്ഞുള്ള പ്രോപ്പർട്ടികള്,
അപ്പൊ ഇതിനുള്ളിൽ താമസിക്കണമെങ്കിൽ ചിലപ്പോൾ എക്സ്പെൻസീവ് ആണെങ്കിൽ പുറത്തുനിന്ന് സംസാരിക്കുകയാണെങ്കിൽ 2 സ്റ്റാർ ഫെസിലിറ്റി താമസിച്ചിട്ട് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഈ എടുക്കാം. ഹോസ്പിറ്റലിൽ താമസിക്കാൻ ഇതിൽ കൂടുതൽ കാശുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ഹോട്ടൽസ് ഇവിടെ വന്ന് കളിക്കുന്നത്. എന്തായാലും നമുക്കൊരു പുതിയ അറിവ് കേട്ടോ. നമുക്ക് എന്തായാലും 6 മണിക്കൂർ കൂടി ഉണ്ട് ചിക്കാഗോ എന്ന നഗരത്തിലേക്ക് എത്താനായിട്ട്. നമുക്ക് പതുക്കെ കപ്പിത്താനും കൊണ്ട് എന്തായാലും ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം. നമ്മൾ എന്താണ് ഇവരൊക്കെ ഇങ്ങോട്ട് വരണേന്ന് അറിയണ്ടേ അല്ലേ? അത് നമ്മളിങ്ങനെ നമ്മൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ പേരിലാണ് നമ്മൾ ഇത് തേടി വന്നത്. അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടന്റ് എടുക്കാന്ന് പറയുമ്പോൾ അതിന്റെ പീക്കിൽ എടുത്തില്ലെങ്കിൽ കാര്യമില്ലേ. സെയിന്റ് മേരീസ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും നിൽക്കണതൊക്കെ. ഡോക്ടർമാരൊക്കെ ഹമ്പിളാന്റെ സിമ്പിൾ ഉണ്ടോ. ഡൗൺ ടൗണിൽ തന്നെ അവരുടെ മയോ ക്ലിനിക്കിന് വേറെ ബ്രാഞ്ച് സെന്റർ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഷട്ടിൽ ബസ്സുകളൊക്കെ ഉണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് കയറിയൊക്കെ പോവാം. അപ്പൊ നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിസിറ്റർ ടൂർ എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇവരുടെ ഡൗൺ ടൗൺ മയോ ക്ലിനിക് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പോകണമെങ്കിൽ വിസിറ്റർ ടൂർ, പിന്നെ ഈ ട്രീറ്റ്മെന്റ് എന്ത് പൈസ ചിലവാകും, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് കൊട്ടേഷൻ റെഫറൻസ് ഒക്കെ എടുക്കാം. ഇവിടുന്ന് നമ്മൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവര് അതിന്റെ ഒരു ബഡ്ജറ്റും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ കപ്പിത്താനിലേക്ക് എത്തി. മയോ ക്ലിനിക്കിന്റെ മുമ്പിൽ നമ്മൾ പാർക്ക് ചെയ്തേട്ടാ. നമ്മളിതിനെ ഹോസ്പിറ്റൽ റിവ്യൂ എന്നൊന്നും പറഞ്ഞ് കാണാൻ പറ്റില്ലടാ. പക്ഷെ ഇതൊരു പുതിയ അറിവായിരിക്കും. നിങ്ങളുടെ ഒരാൾക്ക് ഇത് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി അല്ല. ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. നമ്മളെന്തായാലും ചിക്കാഗോ ഇത് ഒരു 1.5 മണിക്കൂർ ഡൈവേർട്ട് ചെയ്തു. നമ്മൾ ശരിക്കും മിനിയാപോളിസിൽ നിന്ന് ചിക്കാഗോ പോകുന്ന റൂട്ടിൽ. പക്ഷെ നമുക്ക് ഈ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം നമ്മൾ 1.5 മണിക്കൂർ ഇങ്ങോട്ട് ഓടിയതാട്ടാ. എന്തായാലും നമ്മുടെ സ്വപ്ന നഗരിയായിട്ടുള്ള ചിക്കാഗോയിലേക്കാണ് നമ്മുടെ യാത്ര. സൂപ്പർ എക്സൈറ്റഡ്. തീർച്ചയായിട്ടും ലെറ്റ്സ് ഗോ. നമുക്ക് ഏകദേശം $4.5 ഏകദേശം 400 രൂപ നമുക്ക് പാർക്കിങ്ങിന് ചിലവൊന്നുണ്ട്. പിന്നെയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പിൽ എല്ലായിടത്തും ഉണ്ടല്ലോ ഹോട്ടലുകളാണ്. 5 സ്റ്റാർ ഹോട്ടൽ, 3 സ്റ്റാർ ഹോട്ടൽ, 2 സ്റ്റാർ ഹോട്ടൽ. പിന്നെയുണ്ടല്ലോ നമുക്ക് ഉള്ളിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കാം. നമുക്ക് ഇതിന്റെ റേറ്റും സംഭവം ഒന്നും അറിയില്ല. എക്സ്പെൻസീവ് ആയിരിക്കാം. പിന്നെ റൂമില്ലായ്മയൊക്കെ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കും ഈ ചുറ്റുപാട് മൊത്തം ഇങ്ങനെ ഹോട്ടലുകളല്ലേ. ഫുള്ള് ആൾക്കാർക്ക് ഇപ്പൊ ലക്ഷറി ആയിട്ട് താമസിക്കുന്നവർക്ക് ഹോസ്പിറ്റലിൽ താമസിക്കാം. പിന്നെ 3 സ്റ്റാർ മുതൽ 2 സ്റ്റാർ മുതൽ ഹോം സ്റ്റേ മുതലുള്ള ആൾക്കാരൊക്കെ സംഭവങ്ങളൊക്കെ ഇതിന് ചുറ്റും. നമ്മള് ലേക്ക് ഷോർ ഹോസ്പിറ്റലിന് മുമ്പിലൊക്കെ സൈഡിലൊക്കെ പോകുമ്പോൾ കുറെ വീടുകളും സംഭവങ്ങളൊക്കെ ഇതൊക്കെ കിട്ടാനുണ്ട്. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ഒക്കെ കിട്ടാനുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വീടുകളും കാണാം. ഈ വീട്ടിലൊന്നും ആൾക്കാരുണ്ടാവില്ല, ഒക്കെ റെന്റ് ആയിട്ട് പോയിട്ടില്ലായിരിക്കട്ടോ. പിന്നെ കുറെ അറബികൾ കണ്ടോ ഞങ്ങള്. ഈ പൈസ എറിയുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് പോണുട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ ലേക്ക് ഷോറും അല്ലെങ്കിൽ നമുക്ക് അനുഭവങ്ങളെ ഞാൻ പറയണം. ബാക്കിയുള്ള ഹോസ്പിറ്റലൊക്കെ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്, പൈസ ഉണ്ട് അതേപോലെ. പക്ഷെ ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അതിനുപരിയുള്ള വേർഷൻ നമുക്ക് ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങൾക്കുള്ള ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ അത് തേടിയിട്ട് നിങ്ങൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തേടാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോന്നോട്ടാ. അത് ഈ കാണുന്നതൊക്കെ ഹോട്ടലുകളാണ്. വലിയ വലിയ ബാറുകള്, റെസ്റ്റോറന്റുകള് എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഈ ഒരു ടൗൺ ഫുള്ള് ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഈ റോച്ചസ്റ്റർ എന്ന് പറഞ്ഞ സിറ്റി അറിയപ്പെടുന്നത് തന്നെ ഈ ഹോസ്പിറ്റലിന്റെ പേരിലാണ്. അതായത് ഡൗൺ ടൗണിൽ വേറൊരു ക്ലിനിക്ക് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് അടിച്ച് പോയാലോ അങ്ങോട്ട്. അതിലെ ചിക്കാഗോ ഓടി എത്താൻ നമുക്ക് രാത്രി ഇപ്പൊ വൈകിട്ട് വിന്റർ സ്റ്റോം ഒക്കെ ഉള്ള കാരണം നമുക്ക് വൈകിട്ട് രാത്രി നമുക്ക് എത്തണം. ഇപ്പൊ നമ്മൾ പോയാലും നമ്മൾ രാത്രി 9 മണിയാവും. പക്ഷെ എന്തിനാലും നമുക്ക് വേഗം പോവാം. അത് നല്ലത്. ഇന്നലത്തെ പോലെ മഞ്ഞൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ഇന്നലത്തെ പോലെ കിട്ടി കഴിഞ്ഞാൽ ബോധം പോട്ടോ. അധികം റെസിഡൻസ് ഏരിയകളല്ലാന്നുണ്ട്. എല്ലാ ഫ്ലാറ്റുകളും ഇതേപോലെ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വന്നായിരിക്കും. നമ്മുടെ അമിതാഭ് ബച്ചൻ നമ്മുടെ അസുഖം അങ്ങനെ എടുത്തു പറയണമെന്നാണ്. കുറെ പേരുടെ ക്യാൻസർ ട്രീറ്റ്മെന്റും സംഭവങ്ങളൊക്കെ ആയിട്ട് എല്ലാ സെലിബ്രിറ്റികളും ഇവിടേക്ക് വരുന്നു എന്ന് പറയണു കേട്ടോ. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ജനവാതിലിനും നമ്മുടെ ടാക്സിന്റെ മണ്ണുണ്ടാവുമെന്ന് പറഞ്ഞ പോലെ അല്ലേ. തീർച്ചയായിട്ടും നമ്മളങ്ങനെ രാഷ്ട്രീയം പറയുന്നതാണ്. ഏത് രാഷ്ട്രീയമായാലും ഏത് സംഭവം ഏത് ഭരണാധികാരികളായാലും അവരുടെ ഭാഗ്യം. അവർക്ക് ഇതൊന്നും ട്രീറ്റ്മെന്റ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മളെ പോലെ സാധാരണക്കാർക്ക് അത് പറ്റില്ല. അത് അവരുടെ ഭാഗ്യമാണ്. നമ്മളിപ്പോ ആരും കളിയാക്കണതോ ഒന്നുമില്ലടാ. അത് രാഷ്ട്രീയക്കാരുടെ ഭാഗ്യം. അല്ലെങ്കിൽ അവർ ആ ഒരു പൊസിഷനിൽ എത്തിയത് കൊണ്ട് അവർക്ക് പറ്റി. അല്ല, എന്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലും വലിയ വലിയ ഹോസ്പിറ്റലുകളുണ്ട്. ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ചികിത്സിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ അമേരിക്കയിൽ പോയിട്ടാണ് ചികിത്സിക്കുന്നത്. അപ്പൊ അതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ടാവും. അതാണ് നമ്മളിപ്പോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അണികളാണെങ്കിൽ മിനിമം ഒരു നേതാവെങ്കിലും ആവണം. അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കോട്ടോ. അമേരിക്കയിലെ 48 സ്റ്റേറ്റും അടിക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ പോണു. അടുത്ത 19ാമത്തെ സ്റ്റേറ്റ് തേടി അല്ലേ. 19 ആയിട്ടുള്ളൂ അല്ലേ. ഇന്നുകൊണ്ട് കുറേ ഉണ്ട്. പക്ഷെ നമ്മള് ഏകദേശം പകുതി തീർന്നേ. ഇത് കണ്ട നേരത്തെ നമ്മൾ കാണിച്ചു നമ്മള് നമ്മൾ ഈ ഒരു ഭാഗം ഫുൾ തീർത്തു. ഇനി നമ്മൾ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഇങ്ങോട്ട് കിടാൻ അടിക്കണടാ. അമേരിക്ക എവിടെ മോനെ നീ തീർക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ മണിച്ചാട്ടിന് ഒരു നാഷണൽ അവാർഡിന്റെ കുറവ് തന്നെയാണെന്നില്ല ശരിക്കും അല്ലേ. പിന്നെ മണിച്ചാറിനൊക്കെ ഈ സമയത്ത് ഉണ്ടെങ്കിൽ നല്ലൊരു
നല്ലൊരു ആക്ടറാണ് നമുക്ക് നഷ്ടം. നമുക്ക് മിസ്സിങ് തന്നെയാടാ. അതിലൊരു നാഷണൽ അവാർഡ് കൊടുക്കാതിരുന്നില്ലേ ശരിയല്ലാട്ടാ. ഒരു ചെക്കനൊരു നാഷണൽ അവാർഡിന് കുറവുണ്ടായിരുന്നു. പറഞ്ഞിട്ട് ആള് ഇപ്പണ്ടെങ്കിൽ വേറെ റേഞ്ചിൽ കൊണ്ടുവന്നാ. പാട്ടുകളൊക്കെ ഇപ്പൊ കേൾക്കുമ്പോഴേ പ്രത്യേകിച്ച് യാത്രയിലൊക്കെ പാട്ട് കേൾക്കുമ്പോ വേറെ ഔട്ട് തന്നെ ഉണ്ടോ. നമ്മളാ ടയർഡ്നെസ് അങ്ങോട്ട് മാറിപ്പോകും. അതെ മണിച്ചേട്ടാ, ലവ് യു. കൈകൊട്ട് ശരിക്കും ഫോള് തീരാറാകുമ്പോൾ നമ്മൾ ചിക്കാഗോയിലേക്ക് കിടക്കണത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ചില ഏരിയകളൊക്കെ കാണുമ്പോഴേ കൊതി എവിടെ വന്ന് താമസിക്കാം അല്ലേ. കളർഫുള്ള് പക്ഷെ ചില സൈഡിൽ ഓൾറെഡി കരിഞ്ഞു തുടങ്ങി. കരിഞ്ഞു തുടങ്ങി. പക്ഷെ ചില ഏരിയയിൽ നല്ല മലയാള സൈഡിലൊക്കെ ഉണ്ടല്ലോ നല്ല. ആ സൈഡൊക്കെ അതൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ലൈറ്റിംഗ് ആയിട്ട് കേട്ടോ. അടിപൊളി കാഴ്ചയായിട്ട്. ഫോൾ എത്ര കണ്ടെന്നാലും മതിയാവില്ല കേട്ടോ അല്ലേ. ഓരോ കളർ ഇങ്ങനെ മുമ്പിൽ കൂടെ അങ്ങനെ മാറി മറിഞ്ഞ് അങ്ങനെ പോകും. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം മിസിസിപ്പി റിവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാണാം. നമ്മൾ മിസിസിപ്പി റിവറിന്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോണത്. നമ്മൾ കേപ്പ് കരോൽ നൈൽ നദിയുടെ സൈഡിൽ കൂടെ പോണ പോലെ തന്നെ ആ ചരിത്ര പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലി പവർഫുൾ ആയിട്ടുള്ള ആ നദിയുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത സ്റ്റേറ്റിലേക്ക് വിസ്കോൺസിനിലേക്ക് നമ്മൾ പോണത്. റൈറ്റ് സൈഡിലാണ് മലകളൊക്കെ ഇങ്ങനെ പൂത്തൊലിഞ്ഞ് നിൽക്കട്ടാ മരങ്ങളൊക്കെ. അടിപൊളി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മിസിസിപ്പി റിവർ കാണാം. അപ്പോൾ ഈ റിവർ നമ്മളിങ്ങനെ ഒരു പാലം വഴിക്ക് ക്രോസ് ചെയ്യും. ആ ക്രോസ് ചെയ്ത് നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് കിടക്കും. 19ാമത്തെ സ്റ്റേറ്റിലേക്ക് കിടക്കും. ഇന്ന് തന്നെ നമ്മൾ വൈകിട്ട് ഇല്ലിനോയ്സ് കിടക്കണ കാരണം ഇന്ന് തന്നെ നമ്മൾ 20ാമത്തെ സ്റ്റേറ്റ് അടിക്കും. എന്തായാലും ഗ്യാസ് ഈ സ്റ്റേറ്റും കൂടിയും റേറ്റ് കുറവുണ്ട്. നമ്മൾ ഇല്ലിനോയ്സിലേക്ക് കയറുമ്പോഴേക്കും ഗ്യാസിന് ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമുക്ക് ഈ വിസ്കോൺസിനിൽ നമുക്ക് ഇനി വീണ്ടും പെട്രോൾ ഫില്ല് ചെയ്യണം കേട്ടോ. നമുക്കിത് ഇവിടെ എൻട്രി ഉണ്ട്. വെൽക്കം ടു മിനിസോട്ട അതേ മൂടല്ലേ. എന്താ ഇവിടെ എൻട്രി കാണിക്കാത്ത? വെൽക്കം ടു കാണിക്കണില്ലല്ലോ. വിസ്കോൺസിൻ കാണിക്കണില്ല കേട്ടോ. ലാ ക്രസന്റില് നമുക്ക് എക്സിറ്റ് ഇല്ലല്ലോ. നേരെ നമ്മളിപ്പോ ഈ മിസിസിപ്പി വെറുതെ ക്രോസ് ചെയ്യണം കേട്ടോ. നമ്മളത് റിവർ അക്രോസ് റോഡ് ഈ പാലം ക്രോസ് ചെയ്യണം. നമുക്ക് കാണാം ആ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് കയറും കേട്ടോ. ഓരോ സ്റ്റേറ്റ് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം അല്ലേ. വേറെ ടെറൈൻസ്. അതെ. നമ്മളൊരു ചരിത്രമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റും വണ്ടി ഓടിച്ചെന്നുള്ളൊരു റെക്കോർഡ് നമുക്ക് വേണ്ടേ. നല്ല പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ നമ്മളത് ആ സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യണം കേട്ടോ. വിസിറ്റ് അഗെയിന്ന് കാണിക്കിട്ട് പക്ഷേ ഈ വെൽക്കം ടു കൊടുക്കില്ല കേട്ടോ. വിസിറ്റ് അഗെയിന്നുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ കയറണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ മിസിസിപ്പി റിവർ നമുക്ക് കാണാം കേട്ടോ. റിവറിന്റെ കൈവരികളൊക്കെ നമുക്ക് കാണാം. 2 കൈവരികൾ ഇവിടെ അപ്പുറത്തേക്ക് വീണ്ടും ക്രോസ് ചെയ്യാം കേട്ടോ. വിസ്കോൺസിൻ എഴുതിയിട്ടോ. വിസ്കോൺസിലേക്ക് വെറുതെ ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. മാപ്പിൽ നമുക്ക് ഓൾറെഡി എഴുതി കാണിച്ചു. അത് കാണിച്ചില്ല. വെൽക്കം ടു കൊടുത്തല്ലേ. അപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റിൽ നിന്ന് അപ്പൊ അതൊക്കെ ക്രോസ് ഓവർ ചെയ്തിട്ടൊന്ന് വെൽക്കം സെന്റർ ആണെങ്കിൽ അവിടെ വല്ല സ്ഥലം ഉണ്ടാവും കേട്ടോ. പറയാൻ പറ്റില്ല. അരമൈലല്ലേ റെസ്റ്റ് ഏരിയ അവിടെ ഉണ്ടാവും ചിലപ്പോ. നമുക്കൊന്ന് വാഷ്റൂമിലൊന്ന് യൂസ് ചെയ്തിട്ട് പോവാം. ഇവിടെ ഒക്കെ അതിന്റെ ഭാഗങ്ങളാട്ടോ നോക്കിയാ. റെസ്റ്റ് ഏരിയയിലേക്ക് നമുക്ക് പതുക്കെ കയറാം. ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങാം. ഒരു വെൽക്കം ടു വിസ്കോൺസിൻ കിട്ടിയില്ലല്ലോ അല്ലേ. വിഷമായില്ലോ. നമ്മളെ ഒരു ഫോട്ടോ ഒരു എന്താ പറയാ എല്ലാ സ്റ്റേറ്റും നമ്മൾ മുമ്പിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടിയില്ല. നമുക്ക് നോക്കിയേക്കാം. ഫ്രഞ്ച് ഐലൻഡ് 1/2 മണിക്കൂർ കേട്ടോ. ഫ്രഞ്ച് ഐലൻഡ് അരമൈല് സോറി 1/2 മണിക്കൂറല്ല. അരമൈല് ഇതൊക്കെ ഉണ്ട്. അവിടെ കൈവരികളാണ് ഉണ്ടോ. മിസിസിപ്പി റിവറിന്റെ കൈവരികളിലൂടെയാണ് നമ്മൾ കാർ ട്രെയിലർ ബസ് നമുക്ക് ട്രക്സിലേക്ക് നമ്മൾ പോയി. വേണ്ട കുഴപ്പമില്ല. നമുക്ക് റേറ്റിനൊക്കെ പോവാം. ഏത് വണ്ടിക്കായാലും റെസ്റ്റ് എടുക്കാനായിട്ടുണ്ടല്ലോ. അതാത് സ്ഥലങ്ങൾ അതാത് സ്പേസ് ഉണ്ടാവും. അടിപൊളിയാണോ? എന്നാ നമുക്ക് വേണ്ടി എഴുതി വെച്ച സെറ്റപ്പ്. അത് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ സൗകര്യത്തില് ഒതുക്കി വെച്ചേക്കണം. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അത് മതി. അമ്മേ ആലോചിക്കാൻ പറ്റോ. ട്രാവലിസ്റ്റ് ടീം എത്തിയിട്ട് അടുത്ത സ്റ്റേറ്റിക്കിട്ടാ. എന്തായാലും മനസ്സിൽ വിചാരിക്കുമ്പോ അതങ്ങനെ ആ വിഷമം അങ്ങനെ വിഷമിക്കാൻ പാടില്ല. സാധനം തന്നെ പറയണേട്ടാ. ഒരു വിഷമം മനസ്സിൽ വരുമ്പോഴേക്കും സാധനം കണ്ടു. സാധാരണ നമുക്ക് റോഡിന്റെ സൈഡിൽ ഒതുക്കിയിട്ട് ഇത് എങ്ങനെ വേണമെങ്കിൽ ഫോട്ടോ എടുത്തോന്ന് വെച്ചിട്ടുണ്ട്. അവർ ഞങ്ങൾ കയറ്റിട്ടുണ്ടെങ്കിൽ കയറ്റിടാന്നുണ്ട്. ശല്യമില്ലല്ലോ ആൾക്കാർ. ഇപ്പോൾ ട്രക്ക് പാർക്കിങ്ങിന്റെ സൈഡിലാണ് അവർ ഈ സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. വിസ്കോൺസിൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ കയറണത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 19ാമത്തെ സ്റ്റേറ്റ് നമ്മളത് ഔദ്യോഗികമായിട്ട് അടിക്കണം കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വിസ്കോൺസിൻ വരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കും എല്ലാ സ്റ്റേറ്റും ഭയങ്കര വലിയ വലിയ ബിൽഡിങ്ങുകളാണ്, ആന കുതിര എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ലാസ്റ്റിൽ പഠിച്ച ഒരുവിധം സ്റ്റേറ്റൊക്കെ ഫുള്ള് കൃഷിയാട്ടോ. എല്ലായിടത്തും അഗ്രികൾച്ചർ ഫാം, അതേപോലെ എന്താ പറയുക മൈനിങ് സെക്ടറുകൾ, ഓയിൽ കിട്ടുന്ന സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ന്യൂയോർക്ക്, ചിക്കാഗോ അല്ലെങ്കിൽ മെയിൻ ടൗണുകൾ മാത്രം വലിയ വലിയ ബിൽഡിങ്ങുകളോ, ബാക്കിയൊക്കെ ഫുള്ള് കൃഷിയും പ്രൊഡക്ഷനാണ് ശരിക്കും അമേരിക്ക നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രഷപ്പ് ആയിട്ട് പോകണം.
ഇവിടെ ഒരു ഹ്യൂസ്റ്റൺ ഉണ്ട് കേട്ടോ, നമുക്ക് നോക്കിയാണ്ടോ. ഇവിടെ ഒരു ഹ്യൂസ്റ്റൺ ഉണ്ട്, നമ്മുടെ മിനിസോട്ട സ്റ്റേറ്റിലെ ഹ്യൂസ്റ്റൺ. നമ്മൾ ഇന്നലെ അയോവയിൽ നിന്ന് കയറിയതും ഈ പറഞ്ഞ പോലെ മിസിസിപ്പി റിവർ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അയോവയിൽ നിന്ന് മിനിസോട്ട കയറിയത്. ഇന്ന് മിനിസോട്ടയിൽ നിന്ന് വിസ്കോൺസിൻ കയറി പോണതും ഈ പറഞ്ഞ മിസോറി റിവറിന്റെ സൈഡിൽ കൂടെയാണ്. ഈ മിസോറി റിവർ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അതിനെ പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ മിസിസിപ്പി റിവർ ഇവിടെ നിന്ന് പോയി മിസോറി റിവറിനോട് ചേർന്ന് നേരെ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ പോയിട്ടാണ് ഡ്രോപ്പ് ഓഫ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ മിസൗരി റിവറാണ് ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ റിവർ, അമേരിക്കയിലത്തെ ഏറ്റവും വലിയ റിവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മിസിസിപ്പി റിവർ ക്രോസ് ചെയ്തിട്ടാണ് ഇനി ട്രാവൽസ് ഫാമിലിയുടെ ഈ 48 സ്റ്റേറ്റിന്റെ എക്സ്പെഡീഷനിലെ 19ാമത്തെ സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോകണം. എക്സൈറ്റഡ്? ഞാൻ പഠിച്ചോണ്ടിരിക്കണ എന്നാലൊക്കെണ്ടിരിക്കട്ടെ, കപ്പിത്താൻ പിടിച്ചോണ്ടിരിക്കണ. അങ്ങനെ നമ്മൾ ചിക്കാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് നമ്മൾ കണ്ടു. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഞങ്ങളിങ്ങനെ വെച്ചലക്കിക്കൊണ്ടിരിക്കട്ടാ. നമ്മളവിടെ ബാബുവേട്ടൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോണത്. നമ്മുടെ സബ്സ്ക്രൈബർ വീട് തേടിയിട്ട് നമ്മൾ പോണാട്ടാ ചിക്കാഗോയില്. ഗ്യാസ് ഇങ്ങനെ കൂടെ നമ്മൾ കപ്പിത്താൻ ഇങ്ങനെ കുട്ടിച്ചോണ്ടിരിക്കട്ടാ. മുത്ത് ഇപ്പൊ തൊട്ട് ചിക്കാഗോ പേടിക്കണ്ട, ചേട്ടാ ഫുള്ള് എടുത്ത് തന്നെട്ടാ. ഇനി കാശ് കൂടും. നമ്മൾ മാഡിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇന്നത്തെ രാത്രിയോട് കൂടിയിട്ട് ഇല്ലിനോയ്സ് ബോർഡർ ക്രോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് എത്ര മണിക്കൂറുണ്ട്? 2-2.5 മണിക്കൂറുണ്ടല്ലേ? 3 മണിക്കൂർ യാത്രയുണ്ട് ഇനി ചിക്കാഗോയിലേക്ക്. അപ്പൊ എന്തായാലും വെച്ച് പിടിക്കണം. ഞങ്ങൾ മാറി ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കണം. കൂടുതൽ നിങ്ങളെ തള്ളി മറക്കണ്ട ഞങ്ങൾ ഇങ്ങനെ ചിക്കാഗോ എത്തണ വരെ വെച്ച് പിടിക്കാൻ ചെറിയ എപ്പിസോഡാ. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി. നമ്മളിന് 15 മിനിറ്റിനുള്ളിൽ ബാബാന്റെ വീട്ടിലേക്ക് എത്തും. നമ്മൾ ചിക്കാഗോ എന്ന നഗരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ചിക്കാഗോയിലേക്ക് എത്താൻ എനിക്ക് ഇവിടുന്ന് 1 മണിക്കൂർ കൂടി ഉണ്ടെന്ന് തോന്നില്ല, അല്ല 3/4 മണിക്കൂർ ഉണ്ടെന്ന് തോന്നില്ല. പക്ഷെ അതിന്റെ ഇടയിലാണ് വീട് അല്ലേ? ഔട്ടർ സൈഡാണ്. അതെ. അപ്പൊ നമ്മൾ നേരെ ഇനി ബാബാന്റെ വീട്ടിലേക്ക് ഹെഡ് ചെയ്യണോട്ടോ. അങ്ങനെ 5-5.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഏകദേശം എത്തിയിരിക്കാൻ സുഹൃത്തുക്കളെ. ഇനി 5 മിനിറ്റ് ഉള്ളൂ. നമ്മൾ മെയിൻ റൂട്ടിൽ നിന്ന് 90 പിടിച്ചിട്ട് നമ്മൾ വന്നത്. 90 നമ്മൾ ചിക്കാഗോ റൂട്ട് ആ റൂട്ട് പിടിക്കില്ല. 90 ചിക്കാഗോ വെസ്റ്റ് സബ്വേബ്സിലേക്ക് നമ്മൾ തിരിയണം. ഭയങ്കര ട്രാഫിക് അതിലൂടെ എത്തിയപ്പോ അല്ലേ? 4 ലൈൻ 5 ലൈനൊക്കെ അവിടെ ഇവിടെ എത്തിയപ്പോ ഒരു 6,000-7,000 കിലോമീറ്ററോളം നമ്മളിപ്പോ ഈ സ്ട്രെച്ച് പിടിച്ചിട്ട് നമ്മൾ ഇതുവരെ ഈ തിരക്ക് അല്ലേ? തിരക്കും ആ ഒരു തിക്കും തിരക്കും ഒന്നും കാണാനില്ല. പക്ഷെ നമുക്ക് ആ ഒരു ടെറേനായിരുന്നു ഇഷ്ടം അല്ലേ? എന്ത് രസമായിരുന്നു അല്ലേ ആ ഒരു മൂഡ്. അതെ, ടൗണിലേക്ക് എത്തുമ്പോ എന്തൊരു വിഷമം പോലെ, അവിടെ വന്നതിന്റെ ഒരു വിഷമം ചെറുതായിട്ട് ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇവിടെ ആൾക്കാരുടെ ഡ്രൈവിംഗും ഭയങ്കര പ്രശ്നമല്ലേ. എന്തായാലും ബാബാന്റെ വീട്ടിലേക്ക് നമുക്ക് 7 മിനിറ്റുകൾ മാത്രം. നമുക്ക് പിന്നെ ഒരുപാട് പേര് ചിക്കാഗോന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. 5 വർഷത്തിനിടയ്ക്ക് എനിക്ക് 100-100-200 പേരൊക്കെ വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കുറെ നമ്പറുകൾ മാറി, കുറെ ഫോൺ മാറി. അപ്പോൾ ഒരുപാട് പേരെ കോണ്ടാക്റ്റുകൾ നമ്മുടെ മിസ്സായി പോയി. പിന്നെ അതേപോലെ തന്നെ കുറെ പേര് വിളിച്ചിട്ട് നമ്പർ സേവ് ചെയ്യാതെ പോയി. അപ്പോൾ ചിക്കാഗോയുള്ള മലയാളി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എനി ടൈം നമുക്ക് കാണാൻ പറ്റും. എനി ടൈം നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ താഴെ നമ്പറിൽ കൊടുക്കാം. നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീറ്റപ്പ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. എൻ്റെ കുറേ പേരെ നമ്പർ മിസ്സായി പോയി. അപ്പോൾ ആരെങ്കിലും വിളിക്കും, ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരിക്കണേൽ ക്ഷമിക്കണം. കുറേ നമ്പറുകളൊക്കെ എൻ്റെ മിസ്സായി പോയതുകൊണ്ടാണ് എനിക്ക് വിളിക്കാൻ പറ്റാത്തത്. അപ്പോൾ ചിക്കാഗോള സുഹൃത്തുക്കളൊക്കെ നമുക്ക് കാണാം. ഞാൻ മീറ്റപ്പ് ചെയ്യാം. അടിയിൽ നമ്പർ കൊടുക്കാം. ഇവിടെ ഇപ്പം 3:29 ഒരു 50 സെന്റൊക്കെ വെച്ച് കൂടിയിട്ടാ നമ്മള് മേലെന്ന് അടിയിലേക്ക് ഇറങ്ങിയപ്പോ. നമ്മൾ വിസ്കോൺസിനില് ചീസ് ഫാക്ടറി അല്ലെങ്കിൽ ചീസ് ഉണ്ടാക്കണ ഒരു വലിയൊരു സ്ഥലമാണ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മള് അത് ശരിക്കും എടുത്തിട്ടില്ല ഇപ്രാവശ്യം. നമുക്കൊരു ചാൻസ് നമ്മൾ നോക്കുന്നുണ്ട്. വന്ന വഴിക്ക് നമ്മൾ തിരിച്ചൊരു തവണ ഒരു ദിവസം പോകും. ഒരു ചീസ് ഫാക്ടറി എടുക്കണം എന്നൊരു പ്ലാനിലുണ്ട്. പക്ഷെ ഇതുവരെ സെറ്റ് ആയിട്ടില്ല. അപ്പൊ നമ്മളൊന്ന് ചിക്കാഗോയില് വന്ന് നിൽക്കണു. നമ്മൾ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തിരിച്ച് വിസ്കോൺസിനിലേക്ക് പോയിട്ട് നമ്മളൊരു ചീസ് ഫാക്ടറി അല്ലെങ്കിൽ ചീസ് ഉണ്ടാക്കണതിന്റെ ഒരു വിഷ്വൽ നിങ്ങളുടെ മുമ്പിലേക്ക് എന്തായാലും എത്തിക്കിട്ടാ. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് ചീസ് ഫാക്ടറി കാണിക്കട്ടാ. അപ്പൊ നമ്മൾ ഏകദേശം ബാബേട്ടന്റെ അടുത്തേക്ക് എത്തിയിട്ടാ. ഒരു ചെറിയ ഹൗസിംഗ് കോളനി ആണ് നമ്മൾ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ഏതായിരിക്കും വീട്? അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വീട് തന്നെയാണ്. ഈ വീട് തന്നെയാണ്. നമുക്ക് ചെറിയൊരു സംശയം തോന്നി, ഇനി വീട് മാറിപ്പോയോ എന്നൊരു സംശയം. ബാബേട്ടൻ ഇറങ്ങി കണ്ടിട്ടാ. കുട്ടിയുടെ വഴികളാ മറ്റോ 920 ഇവിടെ വേറൊരു സാധനം ഉണ്ട്. ബാബേട്ട നമസ്കാരം. ബാബേട്ടനൊന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ആൾക്കാർ കണ്ട ബാബേട്ടനെ ഇരുട്ടത്ത് കണ്ടിട്ട്. അവിടെ ഇപ്പൊ പാല രാമപുരം. എത്ര നാളായി അമേരിക്കയില്?
9 കൊല്ലം. ഗൾഫിൽ എവിടെയായിരുന്നു? മസ്കറ്റ് ഉണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു. ഓ. ഇവിടെ രൂപങ്ങളുടെ ഒരു കൂടാരാണല്ലോ വീട്ടില്. 85 പോരാട്ടോ. അത് 100 ഇഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട് അല്ലേ? 95 ചെയ്യട്ടാ. 2.5 റൗണ്ടിലൊരു സെറ്റപ്പ് ഞങ്ങൾ കാണിച്ചു തന്നിട്ട് അതിനുള്ള ഇത് പാർട്ടി ഫ്ലോർ ആവൂലേ. ഇവിടെ രൂപങ്ങളാണല്ലോ, എല്ലായിടത്തും രൂപങ്ങൾ വന്നിരിക്കുകയാണല്ലോ അല്ലേ? ഓ. അടിപൊളി.